ഗൈസ്, അങ്ങനെ മലപ്പുറം പൊന്നാനിയിലെത്തിയ അവളുടെ വീട്ടിലും പോയി. അവിടെയുള്ള സകലമാന ജുമാ പള്ളികളിലും അല്ലാത്ത പള്ളികളിലും ഒക്കെ പോയി ഉസ്താദുമാരെയും ഒക്കെ കണ്ട് സകല ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫ്രഷ് ആവലും ഷടപടേന്ന് റെഡി ആവലൊക്കെയാണ്. കാരണം നമ്മളിത് നൈറ്റ് ഒന്ന് പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ 2 ബീച്ചാണുള്ളത്, പൊന്നാനി ബീച്ചും പിന്നെ പെരിയമ്പലം ബീച്ചും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പെരിയമ്പലം ബീച്ചിലേക്കാണ്. അങ്ങനെ മാപ്പൊക്കെ ഇട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബീച്ച് ആദ്യം കാണുന്ന മക്കളെ പോലെ അവിടെ ഒക്കെ ഓടിക്കളിച്ച് നടക്കലായിരുന്നു മെയിൻ പരിപാടി. കുറേ റീൽസ് എടുക്കലും കുറേ വീഡിയോസ് എടുക്കലും, ആകെ മൊത്തം നനഞ്ഞ് കുളിച്ച് കുതിർന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറി. അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ കുറേ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും സേഫ് ഓപ്ഷൻ നോക്കലുള്ളത് കൊണ്ട് തന്നെ മാങ്ങ തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു സൈസിലുള്ള മാങ്ങയായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര വലിയൊരു മാങ്ങയായിരുന്നു കേട്ടോ. ഇതെന്ത് മാങ്ങയാണെന്നറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി സമയം ബാക്കിയുണ്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ നേരെ കർമ്മയിലേക്കാണ് പോയത്. കർമ്മ എന്നൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കേൾക്കണത്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് പരിചയം ഉണ്ടാവും അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്പ്രിങ് പൊട്ടറ്റോയും മേടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ കാക്കാമാരും താത്താമാരൊക്കെ കൂടെ എന്തോ പാട്ടൊക്കെ പാടുന്നുണ്ടായി. അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.